മഹാകുംഭമേളയിൽ മാലകൾ വിറ്റ് ശ്രദ്ധേയായ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചതും തുടർന്നുണ്ടായ കോലാഹലങ്ങളുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിലെ പ്രമുഖരായ പല CPM നേതാക്കളും, പ്രത്യേകിച്ച് MV ഗോവിന്ദനും V ശിവൻകുട്ടിയും അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വച്ചാണ് ഈ വിവാഹം നടത്തിക്കൊടുത്തത്. എന്നാൽ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഇത് പോക്സോ കേസ് പരിധിയിൽ വരുന്നതാണ് എന്നുള്ള കേസാണ് പിന്നീട് ഉണ്ടായത്. അതേ തുടർന്നുള്ള ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ ഒരു കാലത്ത് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും നിയമത്തിൻ്റെ ചില പ്രശ്നങ്ങളിൽ ഈ ദമ്പതികൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയും ഈ യുവാവും ഉൾപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ഫർഹാൻ എന്നുള്ള യുവാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയും ഉണ്ടാകും എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം കേരളത്തിലെ CPM നേതാക്കളും, ഇതിനെ ഒത്താശ ചെയ്തു കൊടുത്ത CPM നേതാക്കളുമൊക്കെ പോക്സോ കേസിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ നാടകീയമായ നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിയായ ഫർഹാൻ എന്ന വ്യക്തിയുടെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി കർശനമായ നിരീക്ഷണത്തോടെ തള്ളിയിരിക്കുകയാണ്. മുൻപോട്ടുള്ള നിയമ നടപടികൾക്കായി മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കേരള ഹൈക്കോടതി പ്രതിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ ഫർഹാൻ എന്നുള്ള ആ യുവാവിൻ്റെ നിയമപരമായ എല്ലാ പിന്തുണകളും അല്ലെങ്കിൽ രക്ഷാകവചങ്ങളും ഇതോടുകൂടി നഷ്ടമായിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയാൽ ഫർഹാനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത്. മധ്യപ്രദേശ് പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ വഴികളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നും വാർത്തകൾ പുറത്തു വരുന്നു. വിവാഹത്തിന് പിന്നാലെ ഉയർന്ന ശൈശവ വിവാഹാരോപണങ്ങളിൽ ഫർഹാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ പോക്സോ കോടതി നേരത്തെ തള്ളിയിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വിവാഹം നിയമവിരുദ്ധമായ ശൈശവ വിവാഹമാണ് എന്ന വാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ കോടതികളുടെ ഈ ഒരു പുതിയ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നിരീക്ഷണങ്ങളും. താരത്തിന്റെ വിവാഹം നിയമപരമാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ മധ്യപ്രദേശ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതിഭാഗം നിയമത്തിന്റെ എല്ലാ വഴികളും തേടിയിരുന്നു. എങ്കിലും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതികൾ ജാമ്യാപേക്ഷകൾ നിരാകരിക്കുന്നത്. പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഈ നിർണായക വിവരങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫർഹാൻ എന്നുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും ഒപ്പം CPM നേതാക്കളെ, ഈ വിവാഹത്തിൽ പങ്കെടുത്ത കാർമ്മികത്വം വഹിച്ച CPM നേതാക്കളെ അടക്കം ഈ കേസിൽ പെടുത്താനുമുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്ന് പറയുന്നു. തിരുവനന്തപുരം പ്രദേശത്താണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. കല്യാണം നടത്താൻ പോയ CPM നേതാക്കളും പോക്സോ കേസിൽ കുടുങ്ങുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ഈ കേസിൽ താങ്കൾ ആരും തന്നെ പെൺകുട്ടിക്ക് എതിരില്ലെന്നും എന്നാൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം അധാർമികമായ പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇതെന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വ്യക്തമാക്കുന്നു. ഇത്തരം നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറയുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇലക്ഷന്റെ സമയത്ത് ഒരു മുസ്ലിം യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്ത് മതേതരത്വം ഊട്ടിയുറപ്പിക്കാനാണ് MV ഗോവിന്ദനും കൂട്ടരും അതുപോലെ ശിവൻകുട്ടിയും ഒക്കെ തന്നെ ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ രാഷ്ട്രീയമായ തിരിച്ചടിക്കപ്പുറം ഇപ്പോൾ നിയമപരമായ തിരിച്ചടിയും, അതായത് കേസിൽ അകത്തു പോകാനുള്ള എല്ലാവിധ സാധ്യതയും ഇതോടൊപ്പം തെളിയുകയാണ് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്.